ഫ്രണ്ട്സ്, നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ഓട്ടോ ട്രാൻസ്ഫോമറിനെ പറ്റിയാണ്. ഓട്ടോ ട്രാൻസ്ഫോമർ നമുക്ക് നോക്കാം, എന്താണ് ഈ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എന്താണ്. അപ്പോൾ ഇവിടെ ഈ പടം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ പടത്തിനകത്ത് രണ്ട് പടമാണ് ഞാൻ ഇവിടെ വരച്ചേക്കുന്നത്. ആദ്യം ഞാൻ ഇതൊന്ന് പറഞ്ഞു നോക്കാം. ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഒരു പടമാണിത്. ഈ പടത്തിനകത്ത് എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് താഴോട്ടുള്ള ടൈപ്പ് ചെയ്തിരിക്കുന്നത് പറയാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതൊരു ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് ആണ്. ഈ ട്രാൻസ്ഫോമർ ഇതൊരു ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെയാണ്. അപ്പോൾ ഇത് പ്രൈമറി സൈഡാണ്. നോക്കൂ, സപ്ലൈ കൊടുക്കുന്ന പ്രൈമറി സൈഡാണ്. ഇവിടെ നിന്ന് ഇവിടം വരെയാണ് പ്രൈമറി സൈഡ്. ഇനി സെക്കൻഡറി നോക്കി, അതേ വൈൻഡിങ്, ഈ പ്രൈമറിയിലെ വൈൻഡിങ് ഇവിടം വരെയുണ്ട്. ആ വൈൻഡിങ്ങിൻ്റെ ഒരു ഭാഗം, ഒരു പോർഷൻ അത് ഇവിടെ നിന്ന് ഇവിടം വരെയാണ് ഒരു പോർഷൻ. ആ ഒരു പോർഷനെ മാത്രം എടുത്ത് സെക്കൻഡറിയിലേക്ക് വൈൻഡിങ് ഉണ്ടാക്കിയിരിക്കും. കണ്ട, എന്നിട്ട് ഇവിടെ ലോഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്? ഈ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നതിന് ഒറ്റ വൈൻഡിങ്ങേ ഉള്ളൂ. ആ വൈൻഡിങ്ങിൻ്റെ ഒരു ഭാഗം പ്രൈമറി ആയിട്ടും അതേ വൈൻഡിങ്ങിൻ്റെ വേറൊരു ഭാഗം, അതാണ് അതിൻ്റെ പ്രധാനം. അതേ വൈൻഡിങ്ങിൻ്റെ വേറൊരു ഭാഗം സെക്കൻഡറി ആയിട്ടും ആക്ട് ചെയ്യുന്നു. നോക്കൂ, പ്രൈമറി വൈൻഡിങ്ങിൻ്റെ ഭാഗമാണിത്. പ്രൈമറി വൈൻഡിങ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ. അതേ വൈൻഡിങ്ങിൻ്റെ വേറൊരു ഭാഗം ഇവിടുന്ന് ഇവിടം വരെ, ഇവിടുന്ന് ഇവിടം വരെ എടുത്തിട്ട് നമ്മൾ സെക്കൻഡറി ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇപ്പോൾ പ്രൈമറി ആയിട്ട് ആക്ട് ചെയ്യുന്നതും സെക്കൻഡറി ആയിട്ട് ആക്ട് ചെയ്യുന്നതും ഒരേ വൈൻഡിങ്ങിൻ്റെ ഭാഗങ്ങളാണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ എന്നറിയപ്പെടുന്നത്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചിരിക്കുന്നത്? ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടുത്തെ വൈൻഡിങ്, പ്രൈമറിയിലെ വൈൻഡിങ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് പിക്ചർ അനുസരിച്ച് തന്നെ അറിയാം, വളരെ കൂടുതലാണ്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ളൂ. സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ വോൾട്ടേജും തമ്മിൽ ഉള്ള ഒരു റിലേഷൻ ഉണ്ട്. എന്താണ് ആ റിലേഷൻ പറയുന്നത്? എന്താ, ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഇത് എങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫോമർ ആയിരിക്കും? ഒറ്റ ഓട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും. പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലും സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കുറവുമാണെങ്കിൽ ഈ ട്രാൻസ്ഫോമർ എന്തായിരിക്കും? ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശ രൂപം കിട്ടിയായിരിക്കും. ഇനി ഇങ്ങോട്ട് വന്നേ, ഈ സെക്കൻഡ് പടം നോക്കും. അതേപോലെ തന്നെ ഒറ്റ വൈൻഡിങ്ങേ ഉള്ളൂ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടം വരെ. ഇപ്പൊ പ്രൈമറി സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഇവിടുന്ന് ഇവിടം വരെയാണ്. അപ്പൊ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടെൻസ് ഇത്രയേ ഉള്ളൂ. സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടെൻസ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ ഉണ്ട്. അപ്പൊ ഇവിടെ പ്രൈമറിയെ അപേക്ഷിച്ച് സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടെൻസ് കൂടുതലായിരിക്കും. അപ്പം നമുക്കറിയാം, ഇതെങ്ങനെയുള്ള ട്രാൻസ്ഫോമറാണ്? ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന രണ്ട് പടമാണ്. ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഇതെന്താണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇതെന്താണ്? ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇങ്ങനെ രണ്ട് പടമാണ് കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇത് ശ്രദ്ധിക്കും. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ഒരു ടാപ്പ് ഉണ്ടെന്ന്, ടാപ്പ്. അതായത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇതെല്ലാം ഉയർത്തി ഇവിടം വരെ കൊണ്ടുവരിക, ഇങ്ങനെ താക്കുകയും പോക്കുകയൊക്കെ ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ സെക്കൻഡറിയെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും കഴിയും. നമുക്ക് വേണമെങ്കിൽ അല്പം ഉയർത്താം, ഇങ്ങോട്ട് താക്കാം. അപ്പം അങ്ങനെ നമുക്ക് ഇവിടുത്തെ സെക്കൻഡറിയെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും കഴിയും. അതായത് സെക്കൻഡറി ഓട്ടോയിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് കഴിയും. അപ്പോൾ ഒരുമാതിരി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് വിചാരിക്കാം. ഇനി നമുക്ക് ഈ ടൈപ്പ് ചെയ്തിരിക്കുന്നത് എന്താണെന്നൊക്കെ നോക്കാം. എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോമർ വിത്ത് വൺ വൈൻഡിങ് ഓൺലി.
ഓക്കെ, ഉണ്ടോ? ഒറ്റ വൈൻഡിങ്ങേ ഉള്ളൂ. അതാണ് അവർ പറഞ്ഞത്. പാർട്ട് ഓഫ് ദിസ് ബീയിങ് കോമൺ, അതിൻ്റെ പാർട്ട് ഇതാണ്. ഒരു വൈൻഡിങ്ങിൻ്റെ പാർട്ടാണിത്. അത് കോമൺ ആണ്. ഇത് നോക്കൂ, ഇത് കോമൺ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെ പ്രൈമറി സൈഡിലും വരുന്നുണ്ട്, സെക്കൻഡറി സൈഡിലും വരുന്നു. അതാണ് പാർട്ട് ഓഫ് ദിസ് ബീയിങ്സ് കോമൺ ടു ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറിയിലും സെക്കൻഡറിയും കോമൺ ആയിട്ട് വരുന്ന ഭാഗം ഇതാണ്. അതാണ് അവർ പറഞ്ഞത്. അടുത്ത നോക്കൂ, ഇൻ ദിസ് ട്രാൻസ്ഫോമർ the primary and secondary are not electrically isolated from each other, as is the case with the two winding transformer. അപ്പോൾ രണ്ട് വൈൻഡിങ് ഉള്ള ട്രാൻസ്ഫോമറിനെ പറ്റിയാണ് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ്, ആ രണ്ട് വൈൻഡിങ് ഉള്ള ട്രാൻസ്ഫോമർ പ്രൈമറി സെക്കൻഡറിയും തമ്മിൽ യാതൊരുവിധ ഇലക്ട്രിക്കൽ കണക്ഷനും ഇല്ല എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പിന്നെ എന്താണുള്ളത്, മാഗ്നറ്റിക്കലി ലിങ്ക്ഡ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ വഴി വരുന്നത്. ഇവിടെ അതല്ല, ഇവിടെ ഇലക്ട്രിക്കലി കണക്റ്റഡ് ആണ്. നോക്കൂ, പ്രൈമറി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടം വരെയുണ്ട്. അപ്പോൾ ഇവിടെ സെക്കൻഡറി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇലക്ട്രിക്കലി കണക്റ്റഡ് ആണ്. അപ്പോൾ അതാണ് പറയുന്നത്, ഐസൊലേറ്റ് ചെയ്തിട്ടില്ല. അതാണ് ഈ സെന്റൻസ്. ഇൻ ദിസ് ട്രാൻസ്ഫോമർ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി ആർ നോട്ട് ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ്. ഇലക്ട്രിക്കലി ഐസൊലേറ്റ് ചെയ്തിട്ടില്ല ഇവിടെ from each other, as in the case of with two winding transformer. ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു, പിന്നെ മാഗ്നറ്റിക്കലി ലിങ്ക്. ഓക്കെ, ആ സെന്റൻസ് അതാണ്. ഇനി അടുത്ത് നോക്കൂ, but the theory and operations, theory operation are similar to those of two winding transformer. രണ്ട് വൈൻഡിങ്ങുള്ള ട്രാൻസ്ഫോമറിന്റെ തിയറി ഓപ്പറേഷൻ തന്നെയായിരിക്കും ഈ ഓട്ടോ ട്രാൻസ്ഫോമറിന്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി അടുത്ത നോക്കൂ, ബിക്കോസ് ഓഫ് വൺ വൈൻഡിങ്, ഒറ്റ വൈൻഡിങ് ഉള്ളത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, ഇച്ച് യൂസ് ലെസ് കോപ്പർ. അപ്പം ഇവിടെ നമുക്ക് ഇത് മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കോപ്പർ മതി. അതാണ് ഇറ്റ് യൂസ് കോപ്പർ, ലെസ് കോപ്പർ ആൻഡ് ഹെൻസ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, അതിന്റെ വില ചീപ്പറായിരിക്കും. അടുത്ത് നോക്കാം, ഇറ്റ് ഈസ് യൂസ്ഡ് വെയർ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോസ് ഡിഫർ ലിറ്റിൽ ഫ്രം യൂണിറ്റി. ഇപ്പോൾ ഇവ തമ്മിലുള്ള ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഈ പ്രൈമറിയും സെക്കൻഡറിയും തമ്മിലുള്ള റേഷ്യോ. അത് വളരെ വ്യത്യാസം വരാൻ പാടില്ല, ചെറിയ വ്യത്യാസങ്ങളെ വരാൻ പാടുള്ളൂ എന്നാണ് അവരോട് പറയുന്നത്. ഇനി ഫിഗർ ഷോസ് എന്താണ്, ബോത്ത് സ്റ്റെപ്പ് ഡൗണും സ്റ്റെപ്പ് അപ്പും ഓട്ടോ ട്രാൻസ്ഫോമർ റെസ്പെക്റ്റീവ്ലി. ഒരു സ്റ്റെപ്പ് ഡൗണിന്റെ ട്രാൻസ്ഫോമർ, ഇത് സ്റ്റെപ്പ് ഡൗൺ അല്ലേ, ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. പടത്തിൽ കാണിച്ചിരിക്കുന്നത് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഇത് സ്റ്റെപ്പ് ഡൗൺ, ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുമാണ്. ഒരുമാതിരി ഐഡിയ നല്ല ക്ലിയർ ആയെന്ന് വിശ്വസിക്കട്ടെ. ഹലോ, അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് അതിൻ്റെ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ബാക്കി ഭാഗമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇവിടെ നോക്ക്, അഡ്വാൻറ്റേജ് ഓഫ് ട്രാൻസ്ഫോമർ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കാൻ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് ഈ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് അല്ലെ സെക്കൻഡറിയിൽ ഒന്നെങ്കിൽ സെക്കൻഡറിയിൽ പ്രൈമറിയെ അപേക്ഷിച്ച് വോൾട്ടേജ് കൂടുതലും പ്രൈമറിയെ അപേക്ഷിച്ച് വോൾട്ടേജ് കുറവുമായിരിക്കും. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും ട്രാൻസ്ഫോമർ ഉണ്ടതായിട്ട് നമ്മൾ പഠിച്ചു. നമ്മൾ ഈ കടയിലൊക്കെ ചെന്ന് മേടിക്കാൻ നേരത്തെ കിട്ടുന്ന ഒരു ട്രാൻസ്ഫോമറിൻ്റെ മറ്റേത് നമ്മൾ ഇന്റേണൽ ഡയഗ്രമാണ് ഇതിനു മുമ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത്. ഇനി നോക്ക്, ഇവിടെ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഓട്ടോ ട്രാൻസ്ഫോമർ. നമ്മൾ കടകളിലൊക്കെ ചെന്ന് മേടിക്കാൻ നേരത്തെ കിട്ടുന്ന ഇതുപോലൊരു ഓട്ടോ ട്രാൻസ്ഫോമറാണ്. ഇത് നോക്കി, 2 ടെർമിനൽ, 1, 2. ഇതിനകത്താണ് വൈൻഡിങ്. നമ്മൾ നേരത്തെ പഠിച്ച വൈൻഡിങ് ഒക്കെ ഇതിനകത്ത് ഉണ്ടാകും. ഇവിടെ ഇതാണ് പ്ലഗ്, ഇതിവിടെ വയറാണ്, ഇത് നമുക്ക് പ്ലഗ് ഉണ്ട്, ഇതേ ഇതാണ് പ്ലഗ്. ഇത് നമുക്ക് കുത്തിയാം, വീടിനകത്തുള്ള പ്ലഗ് പോയിന്റിലേക്ക് കുത്തിവെക്കാം. പിന്നെ നമുക്ക് ഇവിടെ സപ്ലൈ നമ്മൾ ഇവിടേക്ക് എടുക്കുന്ന ഇങ്ങനെയാണ്, ഇവിടുന്ന് 2 വയർ എടുത്തിട്ട് നമുക്ക്
നമ്മളെവിടെയാണ് ഉപയോഗിക്കുന്നത്, ഏത് ഉപകരണം ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഉപകരണത്തിലേക്ക് കൊടുക്കും. ഇതാണ് അതിൻ്റെ ഒരു ഫിസിക്കൽ ഡയഗ്രമാണിത്. ഇത് മനസ്സിലാകുന്നു. ഇതിൻ്റെ മുകളിൽ ഒരു നോബാണിത്, കറുത്തിരിക്കുന്ന നോബാണ്. ഈ നോബ് നമുക്ക് തിരിക്കാം, റൈറ്റ് സൈഡിലേക്ക് തിരിക്കാം, ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കാം. അപ്പോൾ റൈറ്റിലേക്കും തിരിക്കാം, ലെഫ്റ്റിലേക്കും തിരിക്കാം. റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ എന്ത് വരും? സെക്കൻഡറി സൈഡിലെ നമ്പർ ഓഫ് ടേൺസ് കൂടും. ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ സെക്കൻഡറി സൈഡിലെ നമ്പർ ഓഫ് ടേൺസ് കുറയും. ഞാൻ മുമ്പ് കഴിഞ്ഞ ക്ലാസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സെക്കൻഡറി സൈഡിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ അഡ്ജസ്റ്റ്മെൻറ്റ്, ഈ കറുത്തിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്കൊരു ഏകദേശ രൂപം കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനമാണ് കിട്ടുന്നത്. ഇതിനകത്തെ ഇന്റേണൽ വൈൻഡിങ് ഒക്കെയാണ് ഇത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് ഇങ്ങോട്ട് നോക്കൂ. അഡ്വാൻറ്റേജ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ. ഈ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറിനെ പറ്റി സാധാരണ ഒരു എക്സ്പ്ലനേഷൻസ് ഒക്കെ എഴുതി പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അപ്പം അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ, ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസഡ്വാൻറ്റേജ്, ഇതുകൊണ്ടുള്ള കോട്ടങ്ങൾ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അറിയാം. ഈ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ നേട്ടങ്ങളുണ്ട്, കോട്ടങ്ങളുണ്ട്. അപ്പം നമുക്ക് നേട്ടം എന്താണെന്ന് ആദ്യം, ഹയർ എഫിഷ്യൻസി വളരെ കൂടുതലായിരിക്കും, അതാണ് ഒരു നേട്ടം. പിന്നെ സ്മോൾ സൈസ്, ചെറിയ സൈസാണ്. പിന്നെ ലോവർ കോസ്റ്റ്, വില വളരെ കുറവായിരിക്കും. എഫിഷ്യൻസി നമുക്കറിയാം. എഫിഷ്യൻസിയെ പറ്റി നമ്മൾ കഴിഞ്ഞ ട്രാൻസ്ഫോമർ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്, എഫിഷ്യൻസി ഓഫ് ദ ട്രാൻസ്ഫോമർ. അപ്പോൾ ഇത് ഹയർ എഫിഷ്യൻസിയാണ്, നല്ല എഫിഷ്യൻസി ഉള്ളതായിരിക്കും ഈ സാധനം. പിന്നെ സ്മോൾ സൈസ്, രണ്ട് വൈൻഡിങ്ങുള്ള ട്രാൻസ്ഫോമർ അപേക്ഷിച്ച് ഇത് ചെറുതാണ്, അതാണ് സ്മോൾ സൈസ് എന്ന് പറയുന്നത്. ലോവർ കോസ്റ്റ്, രണ്ട് വൈൻഡിങ്ങുള്ള ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ വലിയ വില വളരെ കൂടുതലായിരിക്കും. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വില കുറവായിരിക്കും, അതാണ് ലോ കോസ്റ്റ്. പിന്നെ ബെറ്റർ വോൾട്ടേജ് റെഗുലേഷൻസ് ഓഫ് ദ ട്രാൻസ്ഫോമർ നമ്മൾ ഇതിന് കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. അപ്പം നല്ല റെഗുലേഷൻ ഉണ്ടാകും. വെൻ കമ്പയർഡ് വിത്ത് ദ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ, ടു വൈൻഡിങ് ട്രാൻസ്ഫോമറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റെഗുലേഷൻ വളരെ നല്ലതായിരിക്കും. ഓഫ് ദ സെയിം റേറ്റിംഗ്. ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഡിസഡ്വാൻറ്റേജ് നോക്കാം. എന്താണ് ഇതിൻ്റെ കുറവുകൾ അത് നോക്കാം. ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് ആർ റെയർലി യൂസ്ഡ് ഇൻ ദ റേഷ്യോ ഗ്രേറ്റർ ദാൻ 4:1. എന്താണ് 4:1? അതായത് 4:1 എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം, പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് 4, സെക്കൻഡറിയിലെ 1. അപ്പോൾ അത് നമുക്ക് 4:1 എന്ന് പറയുന്നത്. ഓട്ടോ ട്രാൻസ്ഫോമർ ആർ റെയർലി യൂസ്ഡ് ഇൻ ദ റേഷ്യോ ഗ്രേറ്റർ ദാൻ 4:1. ഈ 4:1 റേഷ്യോ, അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളാണ് 4:1 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് 8:2 എന്ന് പറയാം. അങ്ങനെയുള്ള ആ റേഷ്യോ എടുക്കാം നമുക്ക്. അല്ലെ 40:40:10 അങ്ങനെയൊക്കെ എടുക്കാം. അപ്പം അങ്ങനെയുള്ള ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് ആർ റിയലി യൂസ്ഡ് ഇൻ ദ റേഷ്യോ ഗ്രേറ്റർ ദാൻ 4:1. റെയറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ 4:1 കൂടുതൽ റേഷ്യോ, അതായത് പ്രൈമറി സെക്കൻഡറിയും തമ്മിലുള്ള റേഷ്യോ, വൈൻഡിങ്ങിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ റേഷ്യോ, വോൾട്ടേജ് ഡിപ്പെൻഡ് അപ്പോൺ ദ വൈൻഡിങ് നമ്പർ ഓഫ് ടേൺസ് നമ്മൾ പഠിച്ചതാണത്. അപ്പോൾ അത് റേഷ്യോ റെയറായിട്ട് 4:1 ഗ്രേറ്റർ ആകണമെങ്കിൽ അത് റെയറായിട്ടാണ് സാധാരണ ഉപയോഗിക്കുന്നത്. എന്നാൽ ഫോർ എ ലോ പവർ ഡിവൈസ് ഓൺ ലോ വോൾട്ടേജ് സിസ്റ്റം, എന്നാൽ ചെറിയ പവർ ഉള്ള സിസ്റ്റത്തിൽ, ലോ വോൾട്ടേജ് സിസ്റ്റത്തിൽ ഇത് അത്ര നിർബന്ധമുള്ള കാര്യമല്ല. ഇത് ശകലം വിട്ടുവീഴ്ചയൊക്കെ ചെയ്തിട്ട് ഇത് ഡിസൈൻ ചെയ്യാറുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ് എന്ന കാര്യത്തെപ്പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. ഇത് ട്രാൻസ്ഫോമർ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഫിസിക്കൽ ഡയഗ്രമാണ്. ഇപ്പോൾ ഒരുമാതിരി ഐഡിയ ഓട്ടോ ട്രാൻസ്ഫോമറെ പറ്റി നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കാം.
ഹലോ, ഈ ക്ലാസ് നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഓക്കെ.